വിജ്ഞാനത്തിന്റെ പൂന്തോപ്പായ അധ്യാപകരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ക്ഷമിക്കുക, സ്നേഹിക്കുക, സ്നേഹത്തിനേക്കാൾ വലിയ വിജയമില്ല എന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലയോ സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിക്കുക. നാവ് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ റസൂലിന്റെ ജീവിതം കൊണ്ടല്ലേ പഠിപ്പിച്ചത്. ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ സഹാബാക്കളോട് ഭക്ഷണമുണ്ടാക്കാൻ വിറക് ഒരുമിച്ച് കൊണ്ടുവരാൻ നബി തങ്ങൾ പറഞ്ഞു. എല്ലാവരും പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം റസൂൽ സഹാബാക്കളോട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ പാവങ്ങൾ ചേർന്ന് വലിയ പാവങ്ങളായി മാറുന്നതെന്ന്. ആക്രമിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക, നമ്മളെ വേദനിപ്പിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, ശത്രുക്കളോട് ക്ഷമിക്കുക, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക. മക്ക വിജയത്തിനു ശേഷം നരച്ച താടിയും മുടിയുമായി ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന് നബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, അങ്ങ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുമോ? താങ്കൾക്കെതിരെ കവിത എഴുതിയ ഒരാളായ കഅബിന് മാപ്പ് കൊടുക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. കഅബ് എനിക്കെതിരെ കവിത എഴുതിയ ആളാണെങ്കിലും ഞാൻ മാപ്പ് കൊടുക്കും. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ മനുഷ്യൻ താടിയും മുടിയും മാറ്റിയപ്പോൾ അത് ആരായിരുന്നു? അത് കഅബായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഒരു പാട്ട് പാടാമോ കഅബേ? പാട്ട് പാടിയതിനു ശേഷം റസൂൽ തന്റെ ഷാൾ എടുത്ത് സമ്മാനമായി കഅബിന് കൊടുത്തു. അതാണ് കാരുണ്യത്തിന്റെ മഹാഗുരു. അതുപോലെ ഇന്ന് എല്ലാവരും ക്ഷമിച്ചിരുന്നെങ്കിൽ, പരസ്പരം സ്നേഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന യുദ്ധങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ആമീൻ.